शंकर भाई शंकर भाई क्या हुआ உங்களுக்கு என்னாச்சு വാട്ട് ഹാപ്പൻ ടു യു മാൻ എന്താ പറ്റിയത് ശങ്കർ ഭായ് ആ இது சங்கர் பாய் கிடையாது முன்னாடி ஒரு சங்கர் பாய் இருந்த அந்த சங்கர் பாய் எங்க அந்த சங்கர் பாய் எங்க அந்த 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 சங்கர் பாய் வேணும் இப்போ இப்ப இருக்கிற சங்கர் பாய் அந்த சங்கர் பாய் கிடையாது இது வேற யாரோ வேற யாரோ வேற யாரோ வேற ஏதோ சங்கர் பாய் தான் இந்த சங்கர் பாய் மனே 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 450 கோடி 450 crores എവ്വളോ 450 crores ആയിക്കോട്ടെ അവരുടെ പൈസ അവരിറക്കി പടം പിടിച്ചു ലാഭം വന്നാലും നഷ്ടം വന്നാലും എല്ലാം അവർക്ക് അവകാശപ്പെട്ടത് പക്ഷെ ആസ് എ പ്രേക്ഷകൻ ശങ്കർ ഭായിനെ കളിയാക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല സീരിയസ്ലി മാൻ എനിക്ക് അയാളോട് യാതൊരു വിരോധവുമില്ല ഇപ്പോഴും എനിക്ക് ആസ് എ ഡയറക്ടർ പുള്ളിയെ വലിയ ഇഷ്ടം തന്നെയാണ് പക്ഷേ പുള്ളിയുടെ കാര്യം ആലോചിച്ച് നോക്കുന്ന സമയത്ത് മഹാ കഷ്ടമാണ് സങ്കടമാണ് എനിക്ക് ഈ പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ തന്നെയാണ് എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നത് സങ്കടം എടേ അന്യൻ എടുത്ത ആളാണ് അന്യൻ അന്തക്കാലത്ത് എടുത്തു വെച്ചിരിക്കുന്ന സാധനമാണ് അന്യൻ ആ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച ആളാ ഇന്ത്യൻ അന്തക്കാലത്ത് ഇന്ത്യൻ പോലത്തെ ഒരു സിനിമ എടുത്തിരിക്കുന്നു ആ ഇന്ത്യൻ ആയിക്കോട്ടെ അന്യനായിക്കോട്ടെ ഇപ്പൊ കണ്ടാലും ഫ്രഷ് ഫീലാണ് എജാത് റേഞ്ചിൽ നിൽക്കുന്ന സാധനങ്ങളാ അതൊക്കെ ഐ ഓൾസോ ബ്രഹ്മാണ്ഡ സാധനം അത് കിടിലൻ സാധനം വരുന്നില്ലേ ഇയാളെന്നെ എടുത്ത ശങ്കർ ഭായ് ശങ്കർ ഭായ് இந்த மாதிரி படம் எல்லாம் எடுத்து வச்சிருந்தே இப்ப என்னாச்சுன்னு தெரியாது അതെല്ലാം എടുത്തു വെച്ചിട്ട് ഇപ്പോ ശോകമാണ് സങ്കടമാണ് തോന്നുന്നത് വിഷമാണ് തോന്നുന്നത് കളിയാക്കലല്ല എനിക്ക് വിഷമാണ് ആളുടെ കാര്യം ആലോചിച്ച് നോക്കുന്ന സമയത്ത് തോന്നുന്നത് ഇന്ത്യൻ 2 ഒക്കെ കണ്ടുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമാണ് തോന്നിയത് കാര്യം ഇന്ത്യൻ എവിടെ കിടക്കണ് ഇന്ത്യനിലെ ആ ക്യാരക്ടർ എവിടെ കിടക്കണ് ആ ക്യാരക്ടറിൻ്റെതായ ഒരു ബിഹേവിയർ ബോഡി ലാംഗ്വേജ് അയാളുടേതായ ഒരു നേച്ചർ അയാളുടേതായ ഒരു സാധനം ഇരുന്നേ ഇന്ത്യനിൽ പക്ഷെ ഇന്ത്യൻ 2 വരുന്ന സമയത്ത് ആ ക്യാരക്ടറിനെ കൊന്നു ഇന്ത്യനിൽ കണ്ട കമലഹാസനെ അല്ല ഇന്ത്യൻ 2 കണ്ടത് അപ്പം മൊത്തത്തിൽ എടുത്തങ്ങോട്ട് നശിപ്പിച്ചങ്ങോട്ട് വിട്ടു എനിക്കത് ഞാൻ ഇന്ത്യൻ 2 ഇറങ്ങിയ സമയത്ത് അതിൻ്റെ തൊട്ട് മുമ്പ് ഇന്ത്യൻ വീണ്ടും കണ്ടിട്ടാണ് ഞാൻ പോകുന്നത് ഇന്ത്യൻ കണ്ടിട്ട് ഞാൻ അന്ന് പണ്ട് ഇറങ്ങിയ പടം പക്ഷെ ആ പടം ഇന്ത്യൻ 2 ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ തൊട്ട് മുമ്പ് കണ്ടിട്ട് പോലും ഞാൻ എക്സൈറ്റഡ് ആയിട്ട് ആ സിനിമ കണ്ടേ കാരണം ഇപ്പോഴും ഒരു മടുപ്പും തോന്നിക്കുന്നില്ല അജാതി റേഞ്ച് സാധനം അജാതി കഥാപാത്രം എന്നിട്ടാണ് ഇന്ത്യൻ 2 കണ്ടത് അതിൻ്റെതായ വിഷമം എനിക്ക് അന്ന് നല്ല രീതിയിൽ ആക്ച്വലി ഉണ്ടായിരുന്നു ശങ്കറിന്റെ കാര്യം ആലോചിച്ചിട്ട് എൻ്റെ നെഞ്ഞും പടച്ചിട്ട് പട അതെന്നാച്ച് இந்த ആൾക്ക് നിന്നിച്ച് വെന്തിരിക്കേന അത് അപ്പോഴും ഞാൻ ശങ്കറിനെ തള്ളി പറഞ്ഞിട്ടില്ല അടുത്ത പടം വന്നാലും ഞാൻ കാണും എനിക്ക് വിശ്വാസമുണ്ട് പുള്ളിയിൽ എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇപ്പതാ ഗെയിം ചേഞ്ചർ വന്നിരിക്കണു എനിക്കൊന്നും പറയാനില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആക്ച്വലി എനിക്കൊരു തരത്തിലും സിനിമ വർക്കായിട്ടില്ല മേ ബി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ 2-നെക്കാട്ടിലും ബെറ്റർ ആയിട്ടാണ് എനിക്ക് ആക്ച്വലി ഇത് തോന്നിയത് പക്ഷെ ശങ്കറിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ശങ്കറിന്റെ ആ സിനിമയെക്കാട്ടിലും ഇത് ബെറ്റർ ഒന്നുമല്ലല്ലോ നമ്മൾ ബെറ്റർ ഒന്നുമല്ല നമ്മൾ പുള്ളിയുടെ നിന്ന് പ്രതീക്ഷിക്കുന്നത് സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ അത് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നില്ല ആസ് എ പ്രേക്ഷകൻ ശങ്കറിൽ നിന്നതല്ല ശങ്കർ തിരിച്ചു വരണം ഇത് ഇന്ത്യൻ 2-നെക്കാട്ടിലും ബെറ്റർ ആണോ എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ 2-നെക്കാട്ടിലും ഒക്കെ ബെറ്റർ ആണ് ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ഈ സാധനം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വർക്കായി ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയെന്നൊന്നും ഞാൻ പറയില്ല എനിക്ക് ഒരു തരത്തിലും ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞൊരു സിനിമ എനിക്ക് വർക്കായിട്ടില്ല മാൻ എനിക്ക് വിഷമമാണ് തോന്നിയത് പിന്നെ പെർഫോമൻസ് ഓഫ് കോഴ്സ് രാംചരൊക്കെ കിടിലൻ ആക്ടറാണ് ഓക്കെ അവരുടെ പരിപാടികളൊക്കെ ചെയ്തു വെച്ച് പോയിട്ടുണ്ട് അവരെ ഒന്നും തെറ്റു പറയാനില്ല ബട്ട് ഈ സിനിമ ആസ് എ ഹോൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്കാവുന്നില്ല എന്നുള്ളത് തന്നെയാണ്
യാഥാർത്ഥ്യം. ഫ്രം ശങ്കർ സൈഡ് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എനിക്ക് പുള്ളിയുടെ ഭാഗത്താണ് ഇത്തരത്തിലുള്ള സിനിമകൾ വരുന്നതെന്നുള്ള കാര്യത്തിലാണ് സങ്കടം. ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം, ഡയറക്ഷൻ പോട്ടെ, അത് ഇപ്പോൾ എടുത്തു വെക്കണതൊക്കെ ഓക്കെ, ഈ പറഞ്ഞ വിഷ്വലി ഒക്കെ റിച്ചാണ്, പരിപാടികളൊക്കെ വമ്പ സെറ്റപ്പാണ്. ശങ്കറിൻ്റെ കേസ് നമുക്ക് ആക്ച്വലി അറിയാം, അതെല്ലാം വമ്പ സെറ്റപ്പുകളാണ്. ബട്ട് ഈ എഴുത്ത് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ഈ എഴുത്ത് എന്ന് പറഞ്ഞൊരു സാധനം വീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വിഷ്വലി പെർഫെക്റ്റ് ആയാലും എത്ര ഗംഭീരമായിട്ട് അതൊക്കെ എടുത്തു വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ആളുകൾക്ക് അത് കണക്ട് ആവില്ല, ഒരു തരത്തിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്നൊരു വലിയ ഫാക്ടർ ആക്ച്വലി ഉണ്ട്. അത് നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ശങ്കറിനെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നല്ല രീതിയിൽ വേട്ടയാടുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ടൂവിലൊക്കെ പറ്റിയത് അതാണ്, ഇപ്പോൾ ഈ സിനിമയ്ക്കകത്തും അതൊക്കെ തന്നെയാണ് പറ്റിയിരിക്കുന്നതെന്നാണ് എനിക്ക് ഇത് കാണുന്ന സമയത്ത് തോന്നിയത്. പിന്നെ എന്താ പറയുക, കാർത്തിക് സുബരാജ് സ്റ്റോറി വൺ ലൈനർ ആണെന്ന് തോന്നുന്നു പുള്ളി പറഞ്ഞു കൊടുത്തത്. അങ്ങനെ എന്തോ ആരോ പറയുന്നത് കേട്ടായിരുന്നു, വൺ ലൈനർ എങ്ങാണ്ടാണ് പറഞ്ഞു കൊടുത്തത്. ലൈക്ക് ഐ ഡോണ്ട് നോ, എന്ത് തേങ്ങയാണെങ്കിലും അടുത്തത് സൂര്യ വെച്ചുള്ള പടമാണ്, അത് വേറെ റേഞ്ച് ആയിരിക്കും, അത് വേറെ കാര്യം. ഇത് ജസ്റ്റ് സ്റ്റോറി, ചെറിയ വല്ല വൺ ലൈനർ പരിപാടി മാത്രമായിരിക്കും കാർത്തിക് സുബരാജ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായത്. ബാക്കിയൊക്കെ ഇവരെ വേറെ വല്ലവരൊക്കെ തന്നെയായിരിക്കും എഴുതി വിട്ട് പടച്ച് വിട്ടിരിക്കുന്നത്. കാർത്തിക് സുബരാജ് എന്തായാലും അങ്ങനെ ഒരു സാധനം എനിക്ക് തോന്നുന്നില്ല. ഈ പടം കണ്ടിട്ട് എനിക്ക് കാർത്തിക് സുബരാജിനെ ഒന്ന് മനസ്സിൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, മൂപ്പരുടെ സ്റ്റോറി എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത്. നോ 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 നോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് പറയാനുള്ളത്. എനിക്ക് പേഴ്സണലി വർക്കായിട്ടില്ല പടം ഗെയിം ചേഞ്ചർ. നിങ്ങൾ കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓക്കെ, വെരി ഗുഡ്, നല്ല കാര്യം, സന്തോഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയിട്ട് കണ്ടു നോക്കൂ. പിന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം, ഇന്നത്തെ കാലത്തൊന്നും ഇത്തരത്തിലുള്ള പടങ്ങൾ വർക്കാവാനുള്ള സാധ്യതയില്ല. ഒരു പ്രേക്ഷകരൊക്കെ ഒരുപാട് മാറി, പ്രേക്ഷകരിപ്പോൾ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട്. ശങ്കറൊക്കെ ജോണർ മാറ്റി പിടിക്കേണ്ട സമയമായി. ഇതെന്നെ പിടിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല എന്നുള്ളതാണ്. ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല, ഞാനാരാ പുള്ളിയെ പഠിപ്പിച്ചു കൊടുക്കാൻ. പക്ഷേ ആസ് എ പ്രേക്ഷകൻ മര്യാദയ്ക്ക് ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, നമുക്ക് കാണുമ്പോൾ ഹെൽത്തി ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലാണ് ഞാനിത് പറയുന്നത്. ഈ ജോണർ മാറ്റി പിടിക്കേണ്ട ഒരു സമയമായി. പുള്ളിന് വേറെ പരിപാടികളൊക്കെ ആക്ച്വലി പിടിച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. കാരണം അങ്ങനെ നിന്നതല്ലടോ, നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരെ കുറിച്ചിട്ടല്ലേ ഇങ്ങനെ പറയുക. പുള്ളിനൊക്കെ എന്തോരം ഇഷ്ടപ്പെട്ട, കാരണം അയാളുടെ വേറെ റേഞ്ച് ആയിരുന്നു എന്നേ. എന്തൊക്കെ പറഞ്ഞാൽ ആളെ എങ്ങനെ നിന്നൊരു മനുഷ്യനാണ് അയാൾ. ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോഴുള്ളൊരു വിഷമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 450 കോടിക്കൊക്കെ ഒരു പടം പിടിക്കുന്ന സമയത്ത് ഇവിടെ മലയാളത്തിൽ ചെറിയ ബഡ്ജറ്റിൽ എന്തോരം സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ ബഡ്ജറ്റിൽ കിടിലൻ സ്ക്രിപ്റ്റുകളും, ആ ചെറിയ ബഡ്ജറ്റാണെന്നുണ്ടെങ്കിൽ പോലും ആ ലിമിറ്റേഷനിൽ കിടിലിനായിട്ട് മേക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഇവിടെ എന്തോരം സിനിമകൾ മലയാളത്തിലാണെന്നുണ്ടെങ്കിലൊക്കെ ഇറങ്ങുന്നത് ചെറിയ ബഡ്ജറ്റാണ്. അതൊക്കെ സ്ക്രിപ്റ്റ് വെച്ചിട്ട് അടിച്ചു കയറി പോകുന്ന സിനിമകളാണ്, മനസ്സിലായില്ലേ? സ്ക്രിപ്റ്റിൻ്റെ മൂല്യം കൊണ്ട് അടിച്ചു കയറി പോകുന്ന സിനിമകളാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനത്തെ പടങ്ങളൊക്കെ കണ്ട് കിടുക്കി പൊളിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ലോജിക്കും കോണമൊന്നും നോക്കുന്നില്ല. പോട്ടെ, ഇപ്പോൾ ഈ സിനിമയാണെങ്കിലും പറന്നടിയും പരിപാടികളും കാര്യങ്ങളൊക്കെ തന്നെയാണ്, അത് ലോജിക്ക് ഞാൻ പറയുന്നില്ല. പക്ഷേ ലോജിക്ക് നോക്കണ്ട എന്നുള്ളൊരു മൂഡിൽ പോലും നമ്മൾ ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് ലോജിക്ക് ഇല്ലായ്മയിലും നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവണം. ആ സാധനം ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഇല്ല. ഇപ്പോൾ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടോ വെച്ചിട്ടുണ്ട്, അടി പറക്കലൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടാത്തൊരു അവസ്ഥ ആക്ച്വലി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു എന്താണ് പറയുക, അവസ്ഥയാണ്. അതാ ഞാൻ എടുത്ത് പറഞ്ഞത്. 450 കോടിയുടെ പടമാണത്, 450 കോടിയുടെ പടം. ഇവിടെ ചെറിയ ബഡ്ജറ്റിൽ എടുത്തിട്ട് ഇവിടെ ഓരോരുത്തരും ഓരോ പരിപാടികൾ പണി വെക്കുന്ന പണൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് അഭിമാനവും അല്ലെങ്കിൽ നമുക്ക് സന്തോഷമൊക്കെ തോന്നും ആ സിനിമകളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത്. അത്രയും സ്ക്രിപ്റ്റും പെട്ട സാധനങ്ങളൊക്കെയാണ് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഇവിടെ ശങ്കറിനെ പോലത്തെ സംവിധായകൻ, മുമ്പ് കിങ് ആയിട്ട് നിന്ന ആള്, ഇങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സങ്കടമാവുന്നേ. പിന്നെ എന്താ സങ്കടമില്ല എനിക്കിപ്പോൾ ഈ ഒരു സിനിമ. ഞാൻ രാവിലെ അല്ല പോയി കണ്ടത്, എനിക്ക് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ സായിബ്രോവായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പുള്ളിയുടെ അടുത്തും പറഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ പോകാൻ പ്ലാനില്ല, പോകുന്നുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സിനിമയ്ക്ക് ഞാൻ പോകുന്നുണ്ടാവില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ എൻ്റർടൈൻമെൻറ്റ് കഴിയത്തെ അവരോട് നടന്നിട്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാൻ പോകണില്ല, എനിക്ക് പ്ലാനില്ല എന്ന് തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞത്. എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല സീരിയസ്ലി. കാര്യം എനിക്ക് തോന്നുന്നില്ലായിരുന്നു കാണാൻ. പക്ഷെ ഞാൻ പിന്നെ എന്താ പറയുക, പോയി റിവ്യൂസൊക്കെ ചെയ്യുന്നതല്ലേ, സോ ഒന്ന് കണ്ടു നോക്കാം. ശങ്കർ സിനിമയാണ്,
ഞാനാണെങ്കിൽ ഇന്ത്യൻ 2 റിവ്യൂ ചെയ്ത സമയത്താണെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് ശങ്കറിൻ്റെ സിനിമ ഇനിയും വന്നു കഴിഞ്ഞാൽ കാണും, പുള്ളിയിൽ വിശ്വാസമുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ എത്തിക്കലി നോക്കുന്ന സമയത്ത് എനിക്ക് ഇത് പ്രജുഡിയസ് ആയിട്ട് പോയി കാണാതിരുന്നു കഴിഞ്ഞാൽ സങ്കടം എനിക്കുണ്ടാവും എൻ്റെ മനസ്സിൻ്റെ അകത്ത്. സോ പ്രജുഡിയസ് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ഒരു സിനിമ വൈകുന്നേരം തന്നെ ഞാൻ പോയി കണ്ടത്. ഇല്ലെങ്കിൽ നമ്മളെല്ലാ സിനിമയും രാവിലെ കണ്ടിട്ട് പിന്നെ റിവ്യൂ ഇടാനാണല്ലോ പതിവുള്ളത്. പക്ഷേ ഇത് ഞാൻ വൈകുന്നേരമാണ് പോയി കണ്ടത്, ബിക്കോസ് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല പോകാൻ. ഞാൻ ട്രെയിലർ റിയാക്ഷൻ പോലും ചെയ്തിട്ടില്ല. സാധാരണ ടീസർ ട്രെയിലറൊക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നതല്ലേ. ജസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടില്ല. ട്രെയിലർ ഞാൻ റിയാക്ട് ചെയ്തതാണ്. ആ ട്രെയിലർ ഞാൻ റിയാക്ട് ചെയ്ത് ട്രെയിലർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പ്രതീക്ഷ തോന്നിയില്ല. ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ആ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് പ്രതീക്ഷ തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇതും പണി പറ്റിക്കും എന്നുള്ളൊരു തോട്ട് തന്നെയായിരുന്നു എനിക്ക് ആക്ച്വലി ഉണ്ടായിരുന്നത്. ട്രെയിലർ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ട്രെയിലറിനെ കുറിച്ച് എനിക്ക് തോന്നിയ അഭിപ്രായങ്ങൾ ഞാൻ എൻ്റെ വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് എനിക്കത് പോസ്റ്റ് ചെയ്യാൻ തോന്നിയില്ല. കാരണം പടം ഇറങ്ങുന്നതിന് മുമ്പേ ഒരു ടീസറും ട്രെയിലറും കണ്ടിട്ട് എനിക്ക് പ്രതീക്ഷയില്ല, അല്ലെങ്കിൽ ഇത് മോശമായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞൊരു സാധനം പബ്ലിക്കിലേക്ക് ഇട്ട് ആളുകളെ കൂടുതൽ കാണിക്കുക എന്ന് പറയുന്നൊരു പരിപാടിയാണ് എനിക്ക് പേഴ്സണലി താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ എത്തിക്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ട്രെയിലർ റിയാക്ഷൻ ചെയ്തത് പോസ്റ്റ് ചെയ്യാതിരുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പ്രജുഡിയസ് ആവാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല. അപ്പം ഞാനിത് ഇപ്പോൾ പോയി കണ്ടു. പ്ലെയിൻ ആയിട്ടാണ് ഞാൻ പോയി കണ്ടത്. എന്തെങ്കിലും ആവട്ടെ, പോയി കാണാം, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാലോ എന്നുള്ളൊരു ഞാൻ പരമാവധി പോസിറ്റീവായിട്ട് മൈൻഡ് സെറ്റ് ആക്കിയിട്ടാണ് ഞാൻ പോയി കാണുന്നത്. ബട്ട് സ്റ്റിൽ സങ്കടമുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, ശങ്കറിനെ ഞാൻ ഒരിക്കലും ബ്രൂട്ടലി വിമർശിക്കുക അല്ലെങ്കിൽ നോ എനിക്ക് ആ മനുഷ്യനെ വലിയ ഇഷ്ടമാണ്. ആസ് എ ഡയറക്ടർ എനിക്ക് ശങ്കർ എന്ന് പറയുന്ന മനുഷ്യനെ വലിയ ഇഷ്ടമാണ്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ അന്യൻ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് കണ്ടിട്ടും മതിയാവാതെ ഞാനത് ആ ടൈമിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. CD അത് ഇതും ഒക്കെ ഇട്ടിട്ട് എന്തോരം തവണ കണ്ട സിനിമയെന്ന് അറിയുമോ അന്യൻ. അതിൻ്റെ മേക്കിങ്, അതിൻ്റെ കഥ, അതിൻ്റെ അകത്തുള്ള വിക്രമിൻ്റെ പെർഫോമൻസ്, അന്തകാലത്താണ് അന്തമാതിരി എല്ലാം ക്യാരക്ടേഴ്സിനെ ഇറക്കിയിട്ട് അന്തമാതിരിയൊക്കെ പണി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ആസ് എ പ്രേക്ഷകൻ ഞാൻ കണ്ടുവന്ന വഴി, എനിക്ക് ആസ് എ ഡയറക്ടർ ശങ്കർ എന്ന് പറയുന്ന ആൾ എനിക്ക് തന്നിട്ടുള്ള ആസ് എ പ്രേക്ഷകൻ എന്നെ ഒരുപാട് എൻജോയ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ് ശങ്കർ. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധായകനാണ് ശങ്കർ. അപ്പോൾ ഒരിക്കലും അയാളെ ഞാൻ കളിയാക്കി സംസാരിക്കുക അല്ലെങ്കിൽ ബ്രൂട്ടലി അത് ഞാൻ ചെയ്യില്ല. ബിക്കോസ് അതൊരു ആസ് എ പ്രേക്ഷകൻ നന്ദികേടായി പോകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയില്ല. കാരണം എനിക്ക് ഇപ്പോഴും അറിയാം, ഞാൻ അന്യനെ കണ്ടിട്ട് എനിക്ക് അത് വേറെ റേഞ്ചിൽ നിൽക്കാൻ സാധനം തന്നെ അത്ര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഇന്ത്യൻ ആയിക്കോട്ടെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ്. ആയിക്കോട്ടെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ്. അയ്യൊക്കെ കാണുന്ന സമയത്ത് അയ്യൊക്കെ ഹെജ്ജാതിയാണത്. അതെന്തോരം ഹിറ്റായി എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ അതൊക്കെ ഹെജ്ജാതി വെറൈറ്റി സാധനങ്ങളായിരുന്നു. അതൊക്കെ ഇയാൾ തന്നെ എടുത്ത് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ശങ്കർ. അത്ഭുത മനുഷ്യനാണ് ശങ്കർ. അത്ഭുത മനുഷ്യനാണ്. ഞാൻ വേർഡ് റിപ്പീറ്റഡ് ആയിട്ട് പറയും, അത്ഭുത മനുഷ്യനാണ്. അയാളെ എഴുതിത്തള്ളാൻ പറ്റില്ല. അയാളെ ഞാൻ ഒരിക്കലും എഴുതിത്തള്ളില്ല. അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ അയാളെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല. ആസ് എ പ്രേക്ഷകൻ ഞാൻ ഒരിക്കലും അയാളെ പുച്ഛിച്ച് കാണില്ല. ശരിയാണ്, ഇന്ത്യൻ 2 ഇറങ്ങി പാളി, ഗെയിം ചേഞ്ചർ ഇറങ്ങി പാളി. എനിക്ക് അയാളെ ഒറ്റപ്പെടുത്താനല്ല തോന്നുന്നത്. അയാളെ ഓർത്ത് വിതുമ്പാനാണ് എനിക്ക് തോന്നുന്നത്. അയാളെ ഓർത്ത് സങ്കടമാണ് എനിക്ക് തോന്നുന്നത്. അയാളിനി ഒരു തിരിച്ചു വരവ് ഉണ്ടാവണം അയാൾക്ക്. അടുത്ത സിനിമയും ഞാൻ പോയി കാണും. ഇപ്പോഴും പറയുന്നു, ഇന്ത്യൻ 2 ഇറങ്ങിയ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആ വീഡിയോൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറഞ്ഞു ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിവ്യൂവിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്തൊരു പടം വന്നാലും ഞാൻ ശങ്കറിൻ്റെ കാണും. ബിക്കോസ് ഐ റെസ്പെക്ട് ദാറ്റ് പേഴ്സൺ. ഇപ്പോഴത്തെ ഗെയിം ചേഞ്ചറിൻ്റെ റിവ്യൂവിൻ്റെ അകത്ത് ഞാൻ പറയുന്നു, അയാളുടെ അടുത്ത സിനിമ വന്നാലും ഞാൻ പോയി കാണും. പ്രതീക്ഷയുണ്ട്, തിരിച്ചു വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, തിരിച്ച് വരാൻ വേണ്ടി പറ്റുന്നൊരു സംവിധായകനാണ് എന്നുള്ള രീതിയിൽ. അങ്ങനെ വരണം, കാണാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗെയിം ചേഞ്ചർ അങ്ങനെ പോയി. പിന്നെ ഇതിലിപ്പോൾ ആക്ടേഴ്സിനെ കുറിച്ചിട്ട് ഇപ്പോൾ എന്ത് പറയാനാണ്. രാം ചരൺ, അയാൾ അടിപൊളി ആക്ടറാണ്. അയാളെ നന്നായി ചെയ്യുന്നുണ്ട്. അഭിനേതാക്കളൊക്കെ ഓക്കെ, ഗുഡ്. പക്ഷേ വെറുതെ കിടന്ന് അഭിനയിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. സ്ക്രിപ്റ്റിൽ ഡെപ്ത് വേണം, സിനിമ നന്നായിരിക്കണമല്ലോ.
അല്ലാണ്ട് കാര്യമില്ല. രാജമൗലിയാണ് ഇപ്പോഴും ബ്രഹ്മാണ്ഡ സിനിമകളുടെ കേസിലൊക്കെ ആ ഒരു ഹിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു വമ്പൻ ഇമേജ് എങ്ങനെയാണോ അയാൾ തുടങ്ങിയത് ആ ഒരു സാധനം ഇപ്പോഴും ബ്രഹ്മാണ്ഡ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ഡയറക്ടർ എന്ന് പറയുന്നത് രാജമൗലിയാണ്. അയാൾ വീഴാതിരിക്കട്ടെ. ബാഹുബലി 2 ഇതൊക്കെ അയാൾ തന്ന സാധനങ്ങളാണ്. ട്രിപ്പിൾ ആർ ഒക്കെ എജ്ജാതി സാധനം, അതും ബ്രഹ്മാണ്ഡമല്ലേ, വലിയ സാധനമല്ലേ അത്, എജ്ജാതി പടമായിരുന്നു അതൊക്കെ. എങ്ങനെ എടുത്തു വെക്കുന്നത്? അതാ പറയുന്നത്, ലോജിക്ക് ഇവിടെ വിഷയമല്ല. ഇപ്പം ഞാനൊക്കെ ലോജിക്കും തേങ്ങാക്കൊലയൊക്കെ ഈ തലച്ചോറും ഒക്കെ മാറ്റി വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ പോയി കാണാറുള്ളത്. ബിക്കോസ് ഒരു സിനിമ കാണാൻ വേണ്ടി പോകുന്ന ആ സിനിമയുടെ ടോൺ, ആ സിനിമയുടെ ഒരു ലാംഗ്വേജ്, ആ സിനിമയുടെ ഒരു കൾച്ചർ, ആ സിനിമയുടെ ഒരു പാറ്റേൺ ഇത് മനസ്സിലാക്കിയിട്ട് വേണ്ടേ പ്രേക്ഷകൻ പോയി കാണാൻ. സോ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ എല്ലാ സിനിമയും പോയി കാണുന്നത്. ലോജിക്ക് വേണ്ടാത്ത, ലോജിക്ക് പ്രതീക്ഷിക്കേണ്ടാത്ത സിനിമകൾക്ക് ഞാൻ ലോജിക്ക് നോക്കില്ല. ട്രിപ്പിൾ ആറൊക്കെ എന്ത് ലോജിക്കാ, പക്ഷെ നമുക്കത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ലേ? ഇപ്പം ഈ സിനിമയുടെ കേസിൽ, ഗെയിം ചേഞ്ചറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഞാനത് തന്നെ പറയുന്നു. ഇപ്പോൾ ഇവ ഫൈറ്റ് പരിപാടി, അടിച്ചു കയറി പരിപാടി പോട്ടെ, എന്തെങ്കിലും ആവട്ടെ, ലോജിക്ക് നോക്കാണ്ട് പോയിട്ട് പോലും നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു ഇമ്പാക്റ്റ് തോന്നുന്നുണ്ടോ, അതാണ്. അപ്പോൾ ദാറ്റ് പ്ലേസ് അവിടെ എന്താ, സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ സാധനത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളൊരു സംഭവം ഉണ്ട് എന്നുള്ളതാണ്. തിരക്കഥ എന്ന് പറയുന്ന ഒരു സംഭവം, അതിന് പ്രാധാന്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്നേ, അത് സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. അപ്പം ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഗെയിം ചേഞ്ചർ, വെയിറ്റിംഗ് ഫോർ ശങ്കർസ് കം ബാക്ക്. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.